കൊടുക്കുന്ന ഡൈമോറൊക്കെയാണ് നമ്മൾ സാധനം കൊടുക്കുന്നത്. ഡൈമോറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ഈ ക്യാറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ബേഡ്സ് പെറ്റ്സ് എല്ലാം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് ഇതേപോലത്തെ ട്രാവലറിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ചെറിയ ആടുകൾ, ചെറിയ പശുക്കുട്ടികൾ, അങ്ങനെ ഡോഗ്സ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ട് ഇതിന് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സർവീസിന് വണ്ടിക്കാർ തന്നെ ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഒറ്റ ദിവസമാണ്. ഒരു ഡേ അവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ അവർ തന്നെ ഇവരെ സേഫ് ആക്കിയിട്ട് അടുത്ത ദിവസം ആയാലും അവിടെ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെല്ലാം നല്ല സേഫായിട്ടാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ആൾക്കാർ നല്ല രീതിയിലാണ് വെച്ച് കൊണ്ടുപോകുന്നത്. ഈ ഡിമോറ സർവീസ് എനിക്കറിയില്ലായിരുന്നു, ഇങ്ങനൊരു സർവീസുള്ള കാര്യം ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇത്രയും ദൂരത്തുള്ള സാധനത്തെ ഇത്രയും കൃത്യമായിട്ട് നമ്മുടെ കാലിൻ്റെ ചോട്ടിലേക്ക് എത്തിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സർവീസ് തന്നെയാണ് കേട്ടോ. ഒരു വലിയ രസം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊക്കെ ഈ പാർസൽ വണ്ടികൾ നമ്മുടെ അടുത്തുള്ളത്. അതിൽ ഞാൻ മണ്ണുത്തിന്ന് കുറച്ച് വിലപ്പിടിപ്പുള്ള ചെടികളാണ് അതൊക്കെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കി വെച്ചപ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേനും കംപ്ലീറ്റ് ഇലകളും കൊഴിഞ്ഞ് പൂക്കളും കൊഴിഞ്ഞ് ആകെ ഉണങ്ങിയ പോലെ ഈ സാധനം നിൽക്കുന്നുണ്ടായിരുന്നത്. അല്ലേ? അതോട് കൂടിയിട്ട് ഈ ഇങ്ങനെയുള്ള വണ്ടിയിൽ സാധനം കയറ്റാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. എന്തായാലും ഇത് നല്ല സർവീസ് കേട്ടോ. നമ്മൾ നിങ്ങളെ അവിടെ എങ്ങനെ കാണിച്ചോ അതിലേറെ ഉഷാറായിട്ട് ആ സാധനം എനിക്ക് നമ്മുടെ മഞ്ചേരിയിലേക്ക് എത്തിയ സാധനം. കാരണം എന്താ പറയുക, ഒരു ഇല പോലും കൊഴിഞ്ഞിട്ടില്ല. നല്ലൊരു സർവീസാണ്. നല്ലൊരു സർവീസാണ്. ഇതേപോലെയൊക്കെ നമ്മളൊരു ഉത്തരവാദിത്തത്തോടു കൂടി ആ സാധനമൊക്കെ നമ്മുടെ അടുത്ത് എത്തിക്കുക പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ പറയാ, വളരെ വളരെ ഹാപ്പി.